മിൽമ ഫെഡറേഷനെതിരെ നിലമ്പൂരിൽ ക്ഷീരകർഷകരുടെ പ്രതിഷേധ മാർച്ച്. മലബാർ ഡയറി ഫാർമേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ക്ഷീരകർഷകർ മിൽമയുടെ നിലമ്പൂർ ചില്ലിംഗ് പ്ലാന്റിലേക്ക് മാർച്ച് നടത്തിയത്. സംസ്ഥാന സെക്രട്ടറി താജ് മൻസൂർ ഉദ്ഘാടനം ചെയ്തു. ഈ മലപ്പുറം ജില്ലയിൽ വരെ എല്ലാ മിൽമ ടിയാൻ്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികാരികളുടെ കണ്ണ് തുറപ്പിക്കുക എന്നാണ്. എന്താണ് ഞങ്ങൾ ചോദിക്കുന്നത്? ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പാലെന്ന് ക്ഷീരകർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പാലിന് 3 വർഷമായിട്ട് ന്യായമായ വില ലഭിക്കുന്നില്ല എന്നതാണ്. ഒരു ചെറിയ കണക്ക് മാത്രം ഞാൻ പറയാം. നമ്മളിന്ന് മിൽമ വിൽക്കുന്ന പാലിന് 56 രൂപ തൊട്ട് 60 രൂപ വില ലഭിക്കുന്നു. ക്ഷീരകർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന പാലിന് ഒരു കളങ്കമില്ലാത്ത മായമില്ലാതെ അവൻ പശുവിൻ്റെ അവിൽ നിന്ന് കറന്നുകൊണ്ടെന്ന് പക്കത്തിൽ കൊടുത്താൽ കിട്ടുന്ന വില, അതേ അവർ വിൽക്കുന്ന പാലിൻ്റെ ഫാറ്റ് എസ്എൻഎഫ് ഒന്നാണ്. അത് 3.5 8.5 3.5 ഫാറ്റും 8.5 എസ്എൻഎഫും. അതേപോലെ ഞാൻ ക്ഷീരകർഷകരെ കൊണ്ട് അളക്കുന്ന പാലിനും ഇതേ എസ്എൻഎഫ് റേറ്റ് വില കിട്ടുന്ന 42 രൂപ 55 പൈസ, 10-11 രൂപയോളം വ്യത്യാസം. ഇതെവിടെയാണ് നമുക്ക് ആ വൈരുദ്ധ്യം? ഇതൊന്ന് മനസ്സിലാക്കി തരണം. മാത്രമല്ല, എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് ഇൻസെൻറ്റീവ് തന്നിട്ട് ഇതങ്ങനെ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതേണ്ട. കാരണം ഈ മേഖലയിലെ ഏറ്റവും നല്ല വസ്തു നമുക്കറിയാം. കൊച്ചു കുട്ടികളടക്കമുള്ള വൃദ്ധരും രോഗികളും കഴിക്കുന്ന പാല് ഈ കേരളത്തിന്റെ ഉൽപാദനം, ഇത് കേരളത്തിലെ ക്ഷീരകർഷകരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു സ്ഥാപനമാണ്. നിലവിൽ കടുത്ത പ്രതിസന്ധി നേരിടുന്ന ക്ഷീരകർഷകരെ തീർത്തും അവഗണിച്ചുകൊണ്ട് കച്ചവട താൽപര്യം മാത്രം മുൻനിർത്തിയുള്ള മിൽമ ഭരണസമിതി തീരുമാനം ഈ മേഖലയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞു. അസംസ്കൃത വസ്തുക്കളുടെ വിലവർദ്ധനവ് 200% വർദ്ധിച്ചു. വീട്ടുപടിക്കൽ ചികിത്സ എന്ന് സർക്കാർ പറയുമ്പോഴും 2000 രൂപ മുതലാണ് ഫീസ് തുടങ്ങുന്നത്. കാലാവസ്ഥാ വ്യതിയാനം, മൃഗസംരക്ഷണ മേഖലയിൽ വന്ന കെടുകാര്യസ്ഥത, പാലല്ലാത്ത എല്ലാ വസ്തുക്കളുടെയും വിലവർദ്ധനവ് മൂലമുണ്ടായ വിലക്കയറ്റം മറ്റുള്ളവരെ പോലെ ക്ഷീരകർഷകർക്കും ജീവിതച്ചെലവ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മേഖല കടുത്ത പ്രതിസന്ധിയിൽ തുടരുമ്പോഴും കഴിഞ്ഞ 3 വർഷത്തോളമായി പാലിന് സംഭരണ വില വർദ്ധിപ്പിക്കാത്തത് കർഷകരുടെ ദൈനംദിന ചെലവിന് പോലും കടം വാങ്ങേണ്ട അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ ക്ഷീരകർഷകർ ഈ മേഖലയിൽ നിന്നും പിന്മാറേണ്ട അവസ്ഥയിലാണ്. 2024 കന്നുകാലി സെൻസസ് റിപ്പോർട്ട് കർഷകരുടെ കൊഴിഞ്ഞുപോക്കിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സംസ്ഥാനത്തെ കറവമാടുകളെ സംരക്ഷിക്കാതെയും സംസ്ഥാനത്തെ ക്ഷീരകർഷകരെ അവഗണിച്ചും പാലുൽപാദനം കൂട്ടാൻ ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കാതെയും ഇതര സംസ്ഥാനത്തെ പാൽ ഇറക്കുമതി ചെയ്ത് വിപണനം നടത്തി മുന്നോട്ടു പോകുന്ന മിൽമയുടെ നടപടി മിൽമയുടെ പ്രഖ്യാപിത നയങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും താജ് മൻസൂർ പറഞ്ഞു. അടിയന്തരമായി ക്ഷീരകർഷകരുടെ വിഷയങ്ങളിൽ ഇടപെട്ട് അനുകൂല നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. 1 ലിറ്റർ പാൽ ക്ഷീരകർഷകർ നൽകുമ്പോൾ പരമാവധി ലഭിക്കുന്നത് 40 രൂപ 40 പൈസയാണ്. ഈ മിൽമ പാൽ വിൽക്കുന്നത് ലിറ്ററിന് 56 രൂപയ്ക്കാണ്. ക്ഷീരകർഷകർക്ക് ഏറ്റവും കൂടുതൽ പാൽവില ലഭിക്കുന്നത് കേരളത്തിലാണെന്ന വാദം തെറ്റാണ്. ഹിമാചൽ പ്രദേശ് സർക്കാരാണ്. അവിടെ 1 ലിറ്ററിന് 51 രൂപ വരെ ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ കാലിത്തീറ്റയ്ക്കുൾപ്പെടെ വിലവർദ്ധന ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. എൻ വേലുക്കുട്ടി, അലവി ഹാജി, കെ.ടി. ദാസൻ, ജില്ലാ സെക്രട്ടറി അബ്ദുൽ അഹദ് എന്നിവർ സംസാരിച്ചു. 100 കണക്കിന് ക്ഷീരകർഷകർ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.